വിനോദസഞ്ചാര ഭൂപടത്തിൽ തന്നെ സ്ഥാനം പിടിച്ച ഒരു സ്പോട്ടുണ്ട് കേരളത്തിൽ. അത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ത്യയിലെ 17 ഐക്കോണിക് ടൂറിസം പട്ടികയിൽ സ്ഥാനം പിടിച്ച വിനോദസഞ്ചാര കേന്ദ്രമാണ് കുമരകം. വേമ്പനാട് കായൽ തീരത്ത് കുട്ടനാട് മേഖലയുടെ ഭാഗമായ പച്ചപ്പ് നിറഞ്ഞ ദ്വീപുകളുടെ സമൂഹമാണ് കുമരകം. കോട്ടയത്തു നിന്നും 12 കിലോമീറ്റർ പിന്നിട്ടാൽ കുമരകത്ത് എത്തിച്ചേരാം. സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ കുമരകം കേരളത്തിന്റെ നെതർലാൻഡ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഹൗസ് ബോട്ട് യാത്രയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. കായലിന്റെ ഓളങ്ങളിൽ അലതല്ലി ഒഴുകുന്ന ബോട്ട് യാത്ര ആരെയും വിസ്മയിപ്പിക്കുന്നത് തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ തടാകം. വടക്ക് കൊച്ചി മുതൽ തെക്ക് ആലപ്പുഴ വരെ വ്യാപിച്ചു കിടക്കുന്ന കായലിന്റെ സൗന്ദര്യമാണ് കുമരകത്തിന്റെ ഒന്നാമത്തെ ഹൈലൈറ്റ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദേശാടന പക്ഷികൾ ഇവിടെ എത്താറുണ്ട്. കണ്ടൽക്കാടുകളും നെൽവയലുകളും തെങ്ങിൻ തോപ്പുകളും കൊണ്ട് സമൃദ്ധമാണ് ഇവിടം. ഇഴപിരിയുന്ന ജലപാതകളും കനാലുകളും ഇവിടുത്തെ കൃഷിഭൂമികൾക്ക് ജലം എത്തിക്കുന്നു. ആദ്യകാലത്ത് ഈ പ്രദേശം ചതുപ്പ് നിലങ്ങൾ മാത്രമായിരുന്നു. A.G. ബേക്കർ എന്ന വിദേശിയാണ് ആധുനിക കുമരകത്തിന്റെ ശില്പി. 1847 അദ്ദേഹം കുമരകത്തെത്തുന്നത്. തിരുവിതാംകൂർ രാജാവിൽ നിന്നും അദ്ദേഹം കുമരകത്തിനോട് ചേർന്നുള്ള 500 ഏക്കർ ഭൂമി കൃഷി ചെയ്യാനായി പാട്ടത്തിനെടുത്തു. കഠിന പ്രയത്നത്തിന്റെ ഫലമായി 500 ഏക്കറോളം വരുന്ന ചതുപ്പ് നല്ല വിളവ് തരുന്ന കൃഷിഭൂമിയുമായി. മധ്യഭാഗത്തായി തെങ്ങുകൾ വെച്ചുപിടിപ്പിച്ച അദ്ദേഹം തെങ്ങുകൾക്ക് ഉപ്പ് കാറ്റേൽക്കാതിരിക്കാനും ഉപ്പുവെള്ളം മണ്ണിൽ കലരാതിരിക്കാനും കണ്ടൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു. പിന്നീട് കൃഷി ഈ ഭാഗത്തെ പ്രധാന വരുമാന മാർഗമായതോടെ സമുദ്രജലം കയറാതിരിക്കാനായി ബണ്ടുകളും ചിറകളും വന്നു. നെല്ലാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന ധാന്യം. ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത നെൽകൃഷിക്ക് അനുയോജ്യവുമാണ്. വിരിപ്പു, പുഞ്ച എന്നിങ്ങനെ 2 തവണ കൃഷി ഇറക്കും. കൃഷിയിടങ്ങളെ ചെറിയ പാടശേഖരങ്ങളായി തിരിച്ചാണ് കൃഷി ചെയ്യുന്നത്. കുട്ടനാട്ടിലെ സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനായി നിർമ്മിച്ച ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. വേമ്പനാട് കായലിന് കുറുകെയാണിത് പണിഞ്ഞിരിക്കുന്നത്. മുൻപ് മഴക്കാലത്ത് മലകളിൽ നിന്നും വരുന്ന വെള്ളം മാത്രമേ കൃഷിക്ക് അനുയോജ്യമായിരുന്നുള്ളൂ. വേനൽക്കാലത്ത് കുട്ടനാട്ടിൽ കടൽ വെള്ളം കയറി കൃഷിക്ക് അനുയോജ്യമല്ലാത്ത വെള്ളം കുട്ടനാട്ടിൽ നിറച്ചിരുന്നു. കായൽ ജലവും കടലിലെ ഉപ്പ് ജലവും ചേർന്ന ഈ വെള്ളത്തെ ഓരുവെള്ളം എന്നാണ് പറയുന്നത്. കുമരകം ഒരുപാടിനം സസ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കും വാസഗൃഹമാണ്. പല ദേശാടന പക്ഷികളും എത്താറുള്ള ഒരു പ്രശസ്തമായ പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം. കുമരകത്തിനടുത്തുള്ള പാതിരാമണൽ ദ്വീപിലും ധാരാളം പക്ഷികൾ എത്താറുണ്ട്. വേമ്പനാട്ട് കായൽ പലയിനം മത്സ്യങ്ങളുടെ വാസസ്ഥലമാണ്. കരിമീൻ, ചെമ്മീൻ, കരിക്കാടി, കക്ക എന്നിവ വേമ്പനാട് കായലിൽ സുലഭമാണ്. മനുഷ്യനും പ്രകൃതിയും ഒരുമിച്ച് സൃഷ്ടിച്ച കുമരകം എന്ന മാസ്റ്റർ പീസ് കേരളത്തിന്റെ ഭൂപടത്തിൽ അതുല്യമായ സ്ഥാനമാണ് വഹിക്കുന്നത്. ഹൗസ് ബോട്ടിൽ കായൽ കാറ്റേറ്റ് പരന്നു കിടക്കുന്ന ആമ്പൽ പാടങ്ങളും കണ്ട് കരിമീൻ പൊള്ളിച്ചതും ചെമ്മീനും ഞണ്ടുകറിയുമൊക്കെ ആസ്വദിക്കുന്നത് നമ്മൾ മലയാളികളെ പോലെ തന്നെ വിദേശീയർക്കും പ്രിയങ്കരമാണ്. അപ്പോൾ അടുത്ത വെക്കേഷൻ കുമരകത്തെ ഹൗസ് ബോട്ടിൽ തന്നെ പ്ലാൻ ചെയ്തോളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.